ECPSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 KS നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, കാണാത്തവരത് കാണുക. അപ്പോൾ 2020 കഴിഞ്ഞ പ്രിലിമിനറി എക്സാം, ഇതിൻ്റെ എക്സാം നടന്നിരുന്നത്. അപ്പോൾ 2005 നോട്ടിഫിക്കേഷൻ വന്നേക്കണ്. അപ്പോൾ അതിനെ തുടർന്ന് പ്രിലിമിനറിയും മെയിൻ എക്സാമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2020 KS പേപ്പർ 2 പ്രിലിമിനറി എക്സാമിനെ കുറിച്ചൊരു അവലോകനമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2020 KS പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യശൈലി PSC സാധാരണ പിന്തുടരുന്ന രീതിയിലുള്ളതായിരുന്നു. ആശയക്കുഴപ്പമുള്ള ചോദ്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു. എന്നാൽ ഈ അടുത്ത് നടന്ന പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പല പരീക്ഷകളിലും ചോദ്യ നിലവാരം ക്രമാതീതമായി ഉയർന്നതായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ഈ ഇടയ്ക്ക് നടന്ന മിക്ക ഉയർന്ന പരീക്ഷകളിലും എല്ലാവരും കൺഫ്യൂസിങ് ക്വസ്റ്റ്യനും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുട്ടികളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ KS പരീക്ഷയുടെ ചോദ്യങ്ങളും ഈ മാതൃകയിലുള്ളതിനാണ് സാധ്യത. ആഴത്തിലും പരപ്പിലുമുള്ള ചോദ്യങ്ങൾ തന്നെ ഇത്തവണ പ്രതീക്ഷിക്കണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷകളിൽ കൂടുതൽ സാങ്കേതിക സ്വഭാവമുള്ളതാണ് പേപ്പർ 2. 2020 ഫെബ്രുവരിയിൽ നടന്ന KS പ്രിലിമിനറി പരീക്ഷയിൽ പേപ്പർ 2ൻ്റെ ചോദ്യങ്ങളായിരുന്നു കൂടുതൽ വെല്ലുവിളി ഉയർത്തിയിരുന്നത്. അത് ഇത്തവണയും ആവർത്തിച്ചേക്കാം. ഇക്കോണമി ആൻഡ് പ്ലാനിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം എന്നിവയാണ് പേപ്പർ 2ലെ ഉള്ളടക്കം. ഇക്കോണമി ആൻഡ് പ്ലാനിംഗ്, ഇക്കോണമി ആൻഡ് പ്ലാനിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ്, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇത്രയും ഭാഗങ്ങളാണ് പേപ്പർ 2ൻ്റെ സിലബസിൽ പെട്ടിരിക്കുന്നത്. ഇതിൽ 2020 പേപ്പർ 2ൻ്റെ പരീക്ഷയിൽ ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ നിന്ന് 24 ചോദ്യമാണ് വന്നത്. 24 ചോദ്യമാണ് വന്നത്. ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ നിന്ന് 24 ചോദ്യമാണ് വന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 26 ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. 26 ചോദ്യം. അപ്പോൾ 26 ചോദ്യം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് വന്നിട്ടുണ്ടായി. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യം. ഇത്തവണയും സിലബസിൽ മാറ്റമില്ല, അന്നത്തെ സിലബസ് തന്നെയാണ്. അപ്പോൾ സമാനമായ ചോദ്യഘടന, അതിനേക്കാൾ കൂടുതൽ ടഫ്നെസ്സും പ്രതീക്ഷിക്കാം. ഇക്കോണമി ഭാഗത്ത് കേരളവുമായി ബന്ധപ്പെട്ട 10 ചോദ്യമുണ്ടായെന്ന് ശ്രദ്ധേയമാണ്. ഇക്കോണമി ഭാഗത്തുനിന്ന് കേരളവുമായി ബന്ധപ്പെട്ട 10 ചോദ്യം. അപ്പോൾ കേരളത്തിനെ കുറിച്ചും നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. എല്ലാവരും ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ആദ്യം ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങിനെ കുറിച്ച് നോക്കാം. ഇക്കോണമി ആൻഡ് പ്ലാനിങ്ങിലെ അതിവിശാല മേഖലയാണ് സിലബസിൽ നൽകിയിട്ടുള്ളത്. ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ലോകം, ഇന്ത്യ, കേരളം എന്നിങ്ങനെ വിവിധ രംഗങ്ങളിലുണ്ടായ പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രവും പരിണാമവും പരിഷ്കാരവും ഉൾപ്പെടെ വിവിധ സാമ്പത്തിക മേഖലകൾ, ആസൂത്രണം, പബ്ലിക് ഫിനാൻസ്, സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം വിശദമായി സിലബസിൽ ഉണ്ട്. കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ, ഭൂപരിഷ്കരണം, ഇന്ത്യയിലെ വിവിധ വിളകളും സമ്പ്രദായങ്ങളും എന്നിവയും സിലബസിലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. കാർഷിക രംഗത്ത് നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളെപ്പറ്റി 5ലേറെ ചോദ്യം കഴിഞ്ഞ തവണ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വന്നിരുന്നു.
ഭക്ഷ്യസുരക്ഷ, പൊതുവിതരണ സമ്പ്രദായം, ഹരിത വിപ്ലവം, സുസ്ഥിര കൃഷിയും ഓർഗാനിക് ഫാമിങ്ങും തുടങ്ങിയ വിഷയങ്ങളും സിലബസിൽ പ്രധാനത്തോടെ നൽകിയിട്ടുണ്ട്. വ്യവസായ മേഖലയിലെ വിവിധ നയങ്ങൾ, ചെറുകിട വ്യവസായ മേഖല, പ്രത്യേക സാമ്പത്തിക മേഖല, വിദേശ നിക്ഷേപം, ഇ-കൊമേഴ്സ് എന്നിവ ആഴത്തിൽ പഠിക്കണം. ഊർജ ഗതാഗത മേഖല, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കൊപ്പം സാമൂഹ്യ ആഘാത പഠനവും സിലബസിന്റെ ഭാഗമാണ്. ജനസംഖ്യ, മാനവിക വികസനം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങളും സിലബസിലുണ്ട്. ഇന്ത്യയിലെ പബ്ലിക് ഫിനാൻസ്, ബജറ്റിംഗ്, ടാക്സ്, പൊതുചെലവ്, പൊതുകടം, സബ്സിഡി, ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, ഓഹരി വിപണി എന്നിവയെക്കുറിച്ചെല്ലാം നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കടമ്പ കടക്കാൻ പറ്റുള്ളൂ. പിന്നെ കേരളത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സമ്പദ് വ്യവസ്ഥ, സാമൂഹ്യ വ്യവസ്ഥ എന്നിവയെ പറ്റിയുള്ള സമഗ്രമായ പ്രതിപാദനമാണ് സിലബസിലുള്ളത്. കേരള സമ്പദ് വ്യവസ്ഥയുടെ പൊതുവിവരങ്ങൾ, വിവിധ മേഖലകൾ, പ്രധാന വികസന പദ്ധതികൾ, പരമ്പരാഗത വ്യവസായങ്ങൾ, IT മേഖല, പ്രവാസികളും വിദേശത്തു നിന്നുള്ള പണം അയക്കുന്നതും തുടങ്ങിയവ പ്രധാന സിലബസ് ഭാഗങ്ങളാണ്. കേരള മോഡൽ വികസനമാണ് ഈ ഭാഗത്തെ മറ്റൊരു വിഷയം. വികേന്ദ്രീയ ആസൂത്രണം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ദുരന്ത നിവാരണം, സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ എന്നിവയെല്ലാം പഠിക്കണം. സാമ്പത്തിക രംഗത്തെ അടിസ്ഥാന ആശയങ്ങൾ മുതൽ ഉയർന്ന തലം വരെയുള്ള ചോദ്യങ്ങൾ ഈ മേഖലയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗം, ജനറൽ സയൻസിലെ വിവിധ മേഖലകൾ പ്രതിപാദിക്കുന്നതിനോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക നയങ്ങളും പരിസ്ഥിതി ഗവേഷണങ്ങൾ, ICT എന്നിവയും സിലബസിലുണ്ട്. ഒപ്പം വനം, വന്യജീവി നിയമങ്ങൾ, പുതിയ ടെക്നോളജികൾ സിലബസിലുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ദേശീയ നയങ്ങൾ ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ പ്രധാന ശാസ്ത്രജ്ഞന്മാർ, സംഭാവനകൾ, അവരുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഗവേഷണങ്ങൾ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ ഗാഢമായിട്ട് അറിഞ്ഞിരിക്കണം. അടിസ്ഥാന ശാസ്ത്രം, മനുഷ്യ ശരീരം, പൊതുജനാരോഗ്യം, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നിവയും ഇമ്പോർട്ടൻ്റ് ആണ്. ഗവേണൻസ്, സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈം പോളിസി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ISRO, DRDO എന്നീ സ്ഥാപനങ്ങളും അവയുടെ നേട്ടങ്ങളെ പറ്റിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എൻവയോൺമെൻറ്റ് സയൻസ്, പരിസ്ഥിതിയും അനുബന്ധ മേഖലയുമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ, സുസ്ഥിര വികസനം ഈ ഭാഗത്തെ പ്രധാന സിലബസാണ്. ജൈവ വൈവിധ്യം, പശ്ചിമഘട്ടം, വന്യജീവി സംരക്ഷണം, ആഗോളതാപനം, അന്തരീക്ഷ മലിനീകരണം എന്നിങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മേഖലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി എന്നിവയും ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ മറ്റ് പരീക്ഷകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സിലബസാണ് KSന്റെ സിലബസ്. ഇനി കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പേപ്പർ 2 പ്രത്യേകമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. സിലബസിലെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഇൻസിഡൻസ് നടന്നത് അതൊക്കെയായിരിക്കും കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നത്. 2020 പരീക്ഷയിൽ എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലയിലെ ചോദ്യങ്ങളിൽ കറണ്ട് അഫയേഴ്സ്, അന്നത്തെ കറണ്ട് അഫയേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു. ഇനി ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ജനറൽ ഇംഗ്ലീഷിൽ പ്രതീക്ഷിക്കാവുന്നത്. ടെൻസ്, ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, adjective, adverb, idioms and phrases, prepositions
തുടങ്ങിയ പരിചിതമായ മേഖലകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പണ്ടൊടുങ്ങി പഠിച്ച കാര്യങ്ങൾ, പക്ഷെ അത് കോമ്പറ്റേറ്റീവ് ലെവലിൽ പഠിച്ചിരിക്കണം. PSCയുടെ ഡിഗ്രി ലെവൽ മുൻ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ ഇതിന് സഹായമാവും. അതൊക്കെ സോൾവ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് തുടങ്ങിയുള്ള ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. ഇനി മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ പേപ്പർ 2-ൽ ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ചോദ്യം വരുന്നത് മലയാളത്തിൽ 30 മാർക്കാണ്. ഭാഷയും വ്യാകരണവുമാണ് ചോദ്യത്തിൻ്റെ ഉറവിടങ്ങൾ. താരതമ്യേന ഒതുക്കമുള്ള സിലബസ് ആയതിനാൽ ഈ ഭാഗത്ത് കൂടുതൽ ഊന്നൽ നൽകുന്നത് മികച്ച മാർക്കിലേക്ക് നയിക്കും. അപ്പോൾ നമ്മുടെ ഭാഷ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, ശൈലികൾ, പഴഞ്ചൊല്ലലുകൾ, സമാന പദം, വിപരീത പദം, പിരിച്ചെഴുതൽ തുടങ്ങിയവയൊക്കെയാണ് സാധാരണ പോലെ തന്നെ ഉള്ള സിലബസിലുള്ള ഭാഗങ്ങൾ. കൂടാതെ ഒരു പാരഗ്രാഫ് നൽകിയിട്ട് അതിനെ ആധാരമാക്കിയിട്ട് 5 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ അത് പാരഗ്രാഫ് വായിച്ച് ആൻസർ ചെയ്യാം. പിന്നെ ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പ്രിലിമിനറി പരീക്ഷ 2 പേപ്പറുകളിലെയും പ്രധാന സിലബസുകൾ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 12ാം ക്ലാസ് വരെയുള്ള SCERT, NCERT, ഇപ്പം KS അല്ലേ, അപ്പോൾ SCERT ആണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT സിലബസിലെ ടെക്സ്റ്റ് ബുക്ക് അത് തറവായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ ചില മേഖലകളിൽ ആഴത്തിലുള്ള പഠനത്തിന് ഉതകുന്ന വിവരങ്ങൾക്ക് ഇത് മതിയാകില്ല. ചില ഓരോ പരിധി ആ ക്ലാസ്സിൻ്റെ പരിധിക്കുള്ള വിവരങ്ങളെ ആ പാഠത്തിൽ കൊടുക്കുകയുള്ളൂ. പക്ഷെ അതിനേക്കാളും അതിൻ്റെ പരിധി വിട്ടുപോകും. KS അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള എക്സാം ആയതുകൊണ്ട്. അപ്പോൾ നമ്മളത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഇലാബറേറ്റ് ആയിട്ടുള്ള വശങ്ങളും കൂടി നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ പറയാനുള്ളത് ചരിത്രം, ഭൂമിശാസ്ത്രം, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ ഭാഗങ്ങളിൽ അതിൻ്റെ സോഴ്സ് കിട്ടണമെങ്കിൽ സിവിൽ സർവീസ് പുസ്തകങ്ങളെയൊക്കെ ആശ്രയിക്കണം. അതായത് അത്രയും ഇലാബറേറ്റഡ് ആയിട്ടുള്ള ആഴത്തിലുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അത് സിവിൽ സർവീസ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യാം. കേരളവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിലും വേണ്ടത്ര പഠന സാമഗ്രികൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആസൂത്രണ കമ്മീഷൻ, CDS, ധനകാര്യ വകുപ്പ് തുടങ്ങിയവയുടെ വെബ്സൈറ്റുകളുടെ റിപ്പോർട്ടുകൾ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ലേഖനങ്ങൾ, ഗവേഷണ പേപ്പറുകൾ, അതൊക്കെ നമ്മൾക്ക് ഈ KSൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് പറഞ്ഞാൽ എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ സിലബസ് ഭയങ്കര ഇലാബറേറ്റഡ് ആയിട്ടുള്ളതാണ്. ആ സിലബസ് അനുസരിച്ച് തന്നെ നമ്മൾക്ക് മുന്നോട്ട് പഠിച്ച് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ബാക്കി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.